ശാസ്താംകോട്ട ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിലും സർക്കാരിന്റെ ഭൂമിക്കൊള്ള. റീസർവേയിൽ പുറംപോക്കാക്കി മാറ്റിയത് പൂങ്കാവനത്തിലെ 6 ഏക്കറിലധികം ഭൂമിയാണ്. ഭൂമി തിരിച്ചുപിടിക്കാൻ ദേവസ്വം ഓംബുഡ്സ്മാൻ നിർദ്ദേശിച്ചിട്ടും മെല്ലെപ്പോക്ക്. റീസർവേയിലെ തെറ്റു തിരുത്താൻ കുന്നത്തൂർ തഹസിൽദാരെ സമീപിക്കാൻ ശ്രമം ആരംഭിച്ചിട്ടുണ്ടെന്ന് മാത്രമാണ് ദേവസ്വം ബോർഡിന്റെ മറുപടി. വിവരങ്ങളുമായി MS വീണ ചേരുന്നുണ്ട്. വീണ, വെരി ഗുഡ് മോർണിംഗ്. ഈ ശാസ്താംകോട്ട ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിലും സർക്കാരിന്റെ ഒരു ഭൂമികളുടെ കണക്കാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും ഈ റീസർവേയിൽ എങ്ങനെയാണ് ഈ ക്ഷേത്രത്തിന്റെ ഭൂമി പുറമ്പോക്കാക്കി മാറ്റുന്ന ജാലവിദ്യ നടത്തിയ ഉദ്യോഗസ്ഥർ ആരൊക്കെയാണ്? അപ്പം ദേവസ്വം ബോർഡ് എന്തുകൊണ്ടാണ് ഇതിൽ മറുപടി നൽകാത്തത്? വീണ, അശ്വതി, ഗുഡ് മോർണിംഗ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ സംബന്ധിച്ച് ശബരിമല സ്വർണ്ണക്കവർച്ചയ്ക്ക് പിന്നാലെ തന്നെ സംസ്ഥാനത്തെ മിക്ക ക്ഷേത്രങ്ങളിലെയും ഭൂമിക്കൊള്ള നടക്കുന്നു എന്നുള്ളൊരു ഞെട്ടിക്കുന്ന വാർത്ത, ആ ഒരു വിവരങ്ങളാണ് പുറത്ത് നമ്മൾ വിടുന്നത് എന്നുള്ളതാണ്. ശാസ്താംകോട്ട ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിന്റെ 6 ഏക്കറിലുള്ള പുറമ്പോക്കിലെ ഭൂമിയാണ് കയ്യേറ്റം ചെയ്തും കെട്ടിടങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പ്രദേശവാസിയൊപ്പം തന്നെ സാമൂഹ്യ പ്രവർത്തകനുമായ ഒരു വ്യക്തി തന്നെയാണ് പരാതി നൽകിയത്. എന്നാൽ പരാതി നൽകിയിട്ടും നടപടി സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് വാസ്തവമുണ്ടെന്ന് ബോധ്യപ്പെട്ട സാഹചര്യത്തിൽ ദേവസ്വം ഓംബുഡ്സ്മാൻ തന്നെയാണ് പരാതിയിൽ കഴമ്പുണ്ട്, ഇത്തരത്തിൽ ഭൂമി കയ്യേറിയിട്ടുണ്ട്, ഭൂമിക്കൊള്ള നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമായതിന്റെ അടിസ്ഥാനത്തിൽ അത് തിരിച്ചുപിടിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നുള്ള കാര്യങ്ങൾ ഗൗരവത്തോടുകൂടി ആ ഒരു റിപ്പോർട്ടിലടക്കം പരാമർശിച്ചുകൊണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് നൽകിയിരിക്കുന്നത്. എന്നാൽ ആ ഒരു റിപ്പോർട്ട് കഴിഞ്ഞ മാസം, അതായത് 2025 ഡിസംബർ 19 ഈ ഒരു റിപ്പോർട്ട് വരുന്നത്. ഈ റിപ്പോർട്ട് വന്ന് ദിവസങ്ങൾ പിന്നിടുമ്പോൾ പോലും ഇതുമായി ബന്ധപ്പെട്ട് തുടർ നടപടികൾ സ്വീകരിക്കുന്നതിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കാലതാമസം വരുത്തുന്നു. മെല്ലെപ്പോക്ക് എന്നുള്ളൊരു നിലപാട് തന്നെയാണ് തുടരുന്നത്. കാരണം ഇതുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ ഈ തലപ്പത്തിരിക്കുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ പല ഉദ്യോഗസ്ഥർക്കും പിടിവീഴുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതിനാൽ തന്നെ നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കുമ്പോൾ, അതായത് കുന്നത്തുകാലുള്ള തഹസീൽദാർക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ടുള്ള ഈ പുറമ്പോക്ക് എങ്ങനെയാണായത്, ഇതിന്റെ സർവേ രേഖകൾ എന്താണെന്നുള്ള വിവരങ്ങൾ അന്വേഷിക്കുവാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു എന്നുള്ളൊരു മറുപടി മാത്രമാണ് നൽകുന്നത്. 6 ഏക്കറിലധികം വരുന്ന ഭൂമിയാണ്, പൊതു സ്വത്താണ്, ദേവന്റെ സ്വത്താണ്. അതാണ് ഇത്തരത്തിൽ കൊള്ളയടിക്കുന്നതിന് വേണ്ടിയിട്ട് കൂട്ടുനിന്നിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് സംശയങ്ങൾ ഉടലെടുത്ത സാഹചര്യത്തിലും ഒപ്പം തന്നെ പരാതി നൽകി ഇതിൽ അന്വേഷണം നടക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഓംബുഡ്സ്മാൻ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. ആ റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നുണ്ട്, അതായത് ഭൂമി കയ്യേറി കവർച്ച നടത്തുക, അത്തരത്തിലുള്ള കാര്യങ്ങൾ, ഭൂമി കൊള്ളയേറുക മാത്രമല്ല ചെയ്തിരിക്കുന്നത്, അനധികൃതമായി അവിടെ കെട്ടിടങ്ങൾ നിർമ്മിച്ചു എന്നുള്ളതാണ്. ശാസ്താംകോട്ട ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിന് സമീപത്ത് തന്നെയാണ് കോടതി പ്രവർത്തിക്കുന്നത്. ഈ കോടതിക്കും അതുപോലെ തന്നെ ക്ഷേത്രത്തിനും സമീപത്തായി തന്നെ ഇനി ഒരു 6 ഏക്കർ ഭൂമി നിലനിൽക്കുന്ന ഈ 6 ഏക്കർ ഭൂമിയിലെ ചില ഭാഗങ്ങളിൽ അവധി ദിവസങ്ങളിൽ ഇത്തരത്തിൽ, അതായത് പല വക്കീലന്മാരും അത് കയ്യേറിക്കൊണ്ട് പല കെട്ടിടങ്ങളും നിർമ്മിച്ചുകൊണ്ട് അവരുടെ ഓഫീസുകളാക്കി എന്നുള്ള കാര്യമാണ് ഈ പരാതി നൽകിയ വ്യക്തി ഉന്നയിക്കുന്നത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തുകയും ആ അന്വേഷണത്തിൽ കഴമ്പുണ്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. തുടർന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് കയ്യേറ്റത്തിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം, ഈ ഭൂമി തിരിച്ചുപിടിക്കുവാനുള്ള നടപടികൾ ആരംഭിക്കണമെന്ന് ദേവസ്വം ഓംബുഡ്സ്മാൻ ഉത്തരവിറക്കിയത്. ഈ ഉത്തരവ് വന്നിട്ടും ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നതിൽ ദേവസ്വം ബോർഡ് മെല്ലെപ്പോക്ക് എന്നൊരു നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ്. ഈ ദേവന്റെ സ്വത്താണ്, അത് തിരിച്ചുപിടിക്കേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള പല തർക്കങ്ങളും നിലനിൽക്കുന്നുണ്ട് എന്നെങ്കിൽ പോലും കയ്യേറി എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ നടപടി സ്വീകരിക്കുന്നതിൽ ഇതുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് വലിയ തരത്തിലുള്ള താല്പര്യം കാണിക്കുന്നില്ല എന്നുള്ളതാണ്. അടുത്ത കാലത്തിലെ വർഷങ്ങളായി ഇത്തരത്തിൽ ഈ ഒരു ഭൂമി കയ്യേറിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ ദേവസ്വം ബോർഡിന്റെ ഒത്താശയോടുകൂടിയാണ് ഇത്തരത്തിലുള്ള വ്യക്തികൾ ഭൂമി കയ്യേറി തങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കും തങ്ങളുടെ വ്യക്തി താല്പര്യങ്ങൾക്കുമായി ഉപയോഗപ്പെടുത്തുന്നത് എന്നുള്ളതാണ്. ഇത് തിരിച്ചു പിടിക്കുന്നതിൽ ദേവസ്വം ബോർഡിന് പരാജയം സംഭവിച്ചിട്ടുണ്ട് എന്നുകൂടി വ്യക്തി പറയുന്നുണ്ട്, പരാതി നൽകിയ വ്യക്തി പറയുന്നുണ്ട്. മാത്രമല്ല, ഈ ഉത്തരവ് ലഭിച്ചു ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടി സ്വീകരിക്കുന്നതിൽ ഗൗരവമായിട്ടുള്ളൊരു നിലപാട് സ്വീകരിക്കുന്നില്ല. സർക്കാരിൻ്റെ ഒത്താശയോടുകൂടിയാണോ ഇത്തരത്തിലുള്ള ഭൂമി, അതായത് ക്ഷേത്രത്തിൻ്റെ ഒരു പൊതുമുതൽ, ദേവന്റെ പൂങ്കാവനം കയ്യേറിയിരിക്കുന്നത് എന്നുള്ള കാര്യത്തിലും സംശയങ്ങൾ നിലനിൽക്കുകയാണ്. സർക്കാരിലെ പലർക്കും ഇതിൽ ഇടപെടൽ ഉണ്ടെന്നും സർക്കാരിലെ ചില നേതാക്കൾക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഉദ്യോഗസ്ഥരുടെയും അറിവോടുകൂടിയാണ് ഇത്തരത്തിലുള്ളൊരു കയ്യേറ്റം നടന്നിരിക്കുന്നതെന്നുള്ള കാര്യങ്ങൾ കൂടി ഒരു പരാതിയിൽ പറയുന്നുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് തുടർ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് പരാതിക്കാരന്റെ തീരുമാനം. ശക്തമായ പ്രതിഷേധങ്ങളും തുടർന്നുള്ള ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഒപ്പം ഈ ഒരു ഭൂമി അത് തിരിച്ചു പിടിക്കേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള കൊള്ളകൾ, ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചുള്ള കൊള്ളകൾ ഈ കുന്നത്തൂർ തഹസിൽദാരെ സമീപിക്കാൻ ശ്രമം ആരംഭിച്ചിട്ടുണ്ടെന്നാണ് ഈ ദേവസ്വം ബോർഡ് നൽകുന്ന ഒരു ഒറ്റ മറുപടി എന്ന് പറയുന്നത്. ഈ കുന്നത്തൂർ തഹസിൽദാർ ഇതുമായി സംബന്ധിച്ച് നൽകുന്ന മറുപടി എന്താണ്?
അശ്വതി, ഇതുമായി ബന്ധപ്പെട്ട് കുന്നത്തുകാൽ തഹസീൽദാർ നൽകുന്ന മറുപടി ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഈ രേഖകൾ പരിശോധിക്കണം. ഈ സർക്കാർ രേഖകളിൽ പറയുന്നത് ഇത് പുറമ്പോക്ക് ഭൂമി എന്നുള്ളതാണ്. ഈ 6 ഏക്കർ ഭൂമി എങ്ങനെയാണ് പുറമ്പോക്ക് ഭൂമിയാകുക എന്നുള്ള ചോദ്യം നിലനിൽക്കുന്നുണ്ട്. വർഷങ്ങളായി ക്ഷേത്രത്തിന്റെ പരിധിയിൽ ഉൾപ്പെട്ട ക്ഷേത്രത്തിന്റെ തന്നെ അധികാര പരിധിയിൽ ഉണ്ടായിരുന്ന ഈ ഒരു ഭൂമി എങ്ങനെയാണ് നോക്കുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഫയലുകൾ പരിശോധിക്കേണ്ടതുണ്ട്. ബന്ധപ്പെട്ട നടപടികൾ ആരംഭിച്ചു എന്നുള്ള ഒരു വിശദീകരണം മാത്രമാണ് നൽകുന്നത്. ഈ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഈ ഒരു മെല്ലെപ്പോക്ക് നിലപാട് അതിൽ പ്രതിഷേധങ്ങൾ ശക്തമാവുകയാണ്. എന്തായാലും നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് പരാതിക്കാരന്റെ തീരുമാനം. ഭൂമി തിരിച്ചുപിടിക്കുക, ആ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടില്ല. ദേവന്റെ ഭൂമി അത് ഭക്തർക്കും ഒപ്പം തന്നെ വിശ്വാസി സമൂഹത്തിനുമൊക്കെ ഈ ഒരു കാര്യത്തിൽ വേദനയുണ്ട്. അതിനാൽ തന്നെ ഭൂമി തിരിച്ചുപിടിച്ച് അത് സംരക്ഷിക്കണമെന്നുള്ള ആവശ്യം തന്നെയാണ് ഉയരുന്നത്. തീർച്ചയായും വീണ, അത് തന്നെയാണ് ഈ ശാസ്താംകോട്ട ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ 6 ഏക്കർ ഭൂമിയാണ് ഇത്തരത്തിലൊരു റീസർവേ നടത്തുമ്പോൾ ഒരു പുറമ്പോക്ക് ഭൂമിയായി മാറുന്ന ഒരു ജാലവിദ്യ തന്നെ നടന്നു എന്ന് പറയേണ്ടി വരും. അതും ദേവസ്വം ബോർഡിന്റെ ഒത്താശയോടെ. ദേവസ്വം ബോർഡാണ് ഈ ദേവന്റെ സ്വത്തും ഭൂമിയും ഒക്കെ സംരക്ഷിക്കേണ്ടവർ. പക്ഷേ അവരുടെ ഒത്താശയോടെ ഈ റീസർവേയിൽ ദേവന്റെ ഭൂമി എങ്ങനെയാണ് പുറമ്പോക്കാക്കി മാറ്റുന്നത്. എന്നാലും